Hello everyone, welcome to Engineering ABCD. Welcome to our series of lectures on engineering mechanics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഓർ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസിൻ്റെ പ്രൂഫ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രൂഫാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. പിന്നെ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിക്കുന്നുണ്ട്, പിന്നെ ഇക്വിലിബ്രിയം ലോസ് പഠിക്കുന്നുണ്ട്. സോ ഇക്വിലിബ്രിയം ലോസിന് വേണ്ടിയിട്ട് ചെറിയൊരു കോൺസെപ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അതായത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ ആവശ്യമുണ്ട്. സോ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പഠിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ലാമീസ് തിയറം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഈ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് നിങ്ങൾ നിങ്ങളുടെ 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ്: ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, then their resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of the two sides. So ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ OA ആൻഡ് OB റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ്, അതായത് ഫോഴ്സ് പിനെയും ഫോഴ്സ് ക്യൂവിനെയും. ഈ ഫോഴ്സ് പിയും ഫോഴ്സ് ക്യൂവും തമ്മിലുള്ള ആംഗിൾ തന്നിരിക്കുന്നത് ആൽഫയാണ്. എന്നാൽ ഈ രണ്ട് ഫോഴ്സസിനെ നമുക്ക് പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാരലോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് BC എന്ന് പറയുന്ന സൈഡും AC എന്ന് പറയുന്ന സൈഡും. സോ ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ഫോഴ്സ് P ആണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സും P തന്നെ ആയിരിക്കും. ഈ ഫോഴ്സ് Q ആണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സും എന്ത് തന്നെ ആയിരിക്കും? Q തന്നെ ആയിരിക്കും. ഓക്കെ. ഈ AC എന്ന് പറയുന്ന സൈഡ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ആൽഫയാണ്. CD എന്ന് പറയുന്ന സൈഡിനെ, ഈ AC എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടലും വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Q സൈൻ ആൽഫ ആയിരിക്കും. CD എന്ന് പറയുന്ന സൈഡ് Q സൈൻ ആൽഫയും AD എന്ന് പറയുന്ന സൈഡ് Q കോസ് ആൽഫയും ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. പ്ലസ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിസൾട്ടന്റ് വിൽ ബി ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം പാസിംഗ് ത്രൂ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ടു ഫോഴ്സസ്. അപ്പോൾ ഇതാണ് പാരലോഗ്രാം എങ്കിൽ ആ പാരലോഗ്രാമിൻ്റെ റിസൾട്ടന്റ് എനിക്ക് ഡയഗണൽ എനിക്ക് ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം. എന്നാൽ ഏത് ഡയഗണലാണ് ഞാൻ എടുക്കേണ്ടത്? പാസിംഗ് ത്രൂ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ടു ഫോഴ്സസ്. അപ്പോൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റിസൾട്ടന്റ് എടുക്കുക. അതാണ് ഈ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന്, അതായത് ഇഫ് യു കൺസിഡർ ട്രയാങ്കിൾ ODC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, അതായത് OC എന്ന് പറയുന്ന സൈഡ് ആയിരിക്കും അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, ഇത് 90 ഡിഗ്രി, ഇത് ഹൈപ്പോട്ട്ന്യൂസ്. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? OC സ്ക്വയർ വിൽ ബി ഈക്വൽ ടു CD സ്ക്വയർ പ്ലസ് OD സ്ക്വയർ. OC സ്ക്വയർ ഈക്വൽ ടു CD സ്ക്വയർ പ്ലസ് OD സ്ക്വയർ. ഓക്കെ, OCയുടെ ലെങ്ത് നമുക്കറിയാം, എന്താണ്? റിസൾട്ടന്റ് ആണ്. സോ R സ്ക്വയർ വിൽ ബി ഈക്വൽ ടു CD സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Q സൈൻ ആൽഫ ദി ഹോൾ സ്ക്വയർ. OD എന്ന് പറഞ്ഞാൽ എന്താണ്? OD നോക്കുക. OD എന്ന് പറയുന്നത് OA പ്ലസ് AD ആണ്. OA എന്ന് പറയുന്നത് Pയും AD എന്ന് പറയുന്നത് Q കോസ് ആൽഫയും. സോ OD സ്ക്വയർ വിൽ ബി ഈക്വൽ ടു P plus Q cos alpha the whole square. So OC square equal to P plus Q cos alpha the whole square plus Q sin alpha the whole square. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് P സ്ക്വയർ പ്ലസ് 2PQ cos alpha പ്ലസ് Q സ്ക്വയർ എന്ന് കിട്ടും.
അതാണ് ആർ സ്ക്വയർ. സോ ആർ വിൽ ബി നത്തിങ് ബട്ട് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ടത് പിയും ക്യൂവുമാണ് ആ രണ്ട് ഫോഴ്സസ്. പിയും ക്യൂവും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. എങ്കിൽ പിയുടെയും ക്യൂയുടെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ ആയിരിക്കും. ഈ ആർ എന്ന് പറയുന്നത് പിയും ക്യൂവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ആംഗിൾ. റിസൾട്ടന്റിന്റെ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ഒ ഡി സി എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സി ഡി, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഒ ഡി. സോ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡി. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടാൻ തീറ്റ ഈക്വൽ ടു ക്യൂ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടന്റും ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആൽഫ എന്ന് പറയുന്നത് പിയും ക്യൂവും, അതായത് രണ്ട് ഫോഴ്സസ് അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരലോഗ്രാം ലോയിൽ നിന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാരലോഗ്രാം ലോ നിങ്ങൾ ഓൾറെഡി 11th 12th പഠിച്ചതാണെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് പാരലോഗ്രാം ലോയിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാരലോഗ്രാം ലോ ഒരു ബ്രീഫായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സിൻ്റെ ഒരു പ്രൂഫുണ്ട്. ആ പ്രൂഫും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം കുറച്ച് നാളായിട്ട് KTUവിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ പാർട്ടിൽ എ പാർട്ടിൽ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സിൻ്റെ പ്രൂഫ് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. സോ അതും കൂടെ പഠിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി transmitted along its line of action without changing the effect of force on any rigid body on which it is acting. സോ ഈ ഫിഗറിൽ എന്താണ് എക്സ്ട്രാ അഡീഷൻ വന്നിരിക്കുന്നത്? പോയിന്റ് ബിയിൽ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതായത് ഇത് എഫ് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ബിയിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഫോഴ്സ് എഫിനെ അപ്ലൈ ചെയ്തു. സോ അപ്പോൾ എന്തായിരിക്കും? ഈ എഫും ക്യാൻസൽ ഔട്ടായി പോകും. പോയി കഴിഞ്ഞാൽ ഈ കേസും സെയിം തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഫിഗർ ബി നോക്കുക. ഫിഗർ ബിയിൽ പോയിന്റ് എയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ് ബിയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസും സെയിം ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പോയിന്റ് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്വേർഡ്, പോയിന്റ് ബി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡൗൺവേർഡ്. സോ ഈ അപ്വേർഡ് ഫോഴ്സും ഈ ഡൗൺവേർഡ് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? നെറ്റ് റിസൾട്ട് ആയിരിക്കും ഫിഗർ സി. ഫിഗർ സിയിൽ പോയിന്റ് എയിലുള്ള ഫോഴ്സ് പോയിരിക്കുന്നു. ഏതുമായിട്ട് ക്യാൻസൽ ഔട്ട് ആയി പോയിരിക്കുന്നു? പോയിന്റ് ബിയിലുള്ള ഒരു ഫോഴ്സുമായിട്ട് ക്യാൻസൽ ഔട്ട് ആയി പോയിരിക്കുന്നു. റിമൈനിങ് എന്ത് മാത്രമേ ഉള്ളൂ? പോയിന്റ് ബിയിൽ ഒരു ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസും സെയിം ആണ്. നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പോയിന്റ് എയിൽ ആക്ട് ചെയ്ത ഫോഴ്സിനെ എലോങ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സിൽ പോയിന്റ് ബിയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തപ്പോഴും നമുക്ക് എഫക്റ്റ് ഓൺ ദി റിജിഡ് ബോഡി ചേഞ്ച് ആയിട്ടില്ല. സോ ഇതാണ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സും പറയുന്നത്. അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ഇറ്റ്സ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എ ടു അനദർ പോയിന്റ് ബി വിച്ച് ഈസ് എലോങ് ദി സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദി എഫക്റ്റ് ഓൺ ദി റിജിഡ് ബോഡി. അടുത്തത് ഈക്വിലിബ്രിയം ലോസ്. സോ ഇക്വിലിബ്രിയം ലോ പറയുന്നത് ഇതാണ്: എ ബോഡി ഈസ് സെഡ് ടു ബി അണ്ടർ ഇക്വിലിബ്രിയം വെൻ ദി റിസൾട്ടന്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ് ആൻഡ് ദി റിസൾട്ടന്റ് ഓഫ് ഓൾ ദി മൊമെന്റ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിന്റെ റിസൾട്ടന്റും എല്ലാ മൊമെന്റിന്റെ റിസൾട്ടന്റും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ ബോഡി കൺസിഡർ ചെയ്യാം. ഈ ബോഡിയിൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യണം. ഈ 2 ഫോഴ്സ് കാരണം ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. സോ നോക്കാം,
ഈ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവുമോ എന്ന് നോക്കാം. നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ പറയുന്നത് റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0, റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദി മൊമെൻറ്റ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോഡി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. നോക്കാം. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അപ്വേർഡ് ഡയറക്ഷനിൽ, അടുത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ആണ്, ഓപ്പോസിറ്റും ആണ്. ബട്ട് നമുക്കറിയാം ഈ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് കാരണം ഈ ബോഡി എന്ത് സംഭവിക്കും? ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ഈ ഫോഴ്സ് കാരണം ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിസൾട്ടൻറ്റ് ഓഫ് മൊമെൻറ്റ് ആക്ടിങ് ഓൺ ദി ബോഡി ഈസ് നോട്ട് ഈക്വൽ ടു 0. ഫോഴ്സസ് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാത്രമായാൽ പോരാ, എന്നാൽ ഈ രണ്ട് ഫോഴ്സസും സെയിം ലൈൻ ഓഫ് ആക്ഷനിലും കൂടെ ആക്ട് ചെയ്യണം. അപ്പോൾ ഇഫ് ദി ടു ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ദി സെയിം ലൈൻ ഓഫ് ആക്ഷൻ, then the condition for equilibrium will be satisfied. That is, resultant of all the forces will be equal to 0 and the resultant of all the moments will be equal to 0. അടുത്തത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ എ 3 ഫോഴ്സ് മെമ്പർ. ഇപ്പോൾ ഇതൊരു ബോഡി ഉണ്ട്, ഒരു റിജിഡ് ബോഡിയാണ്. ഈ റിജിഡ് ബോഡിയിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, F1, F2 ആൻഡ് F3. ഈ 3 ഫോഴ്സസ് കാരണം ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ. Resultant of all the forces should be equal to 0 and the resultant of all the moments should be equal to 0. അപ്പോൾ ഈ 3 ഫോഴ്സസ് കൺകറന്റ് ഫോഴ്സസ് ആണെങ്കിൽ ഈ 3 ഫോഴ്സസും ലൈൻ ഓഫ് ആക്ഷൻ സെയിം പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അതായത് എന്താണ്? റിസൾട്ടന്റ് ഓഫ് ഓൾ ദി മൊമെന്റ്സ് വിൽ ബി ഈക്വൽ ടു 0. ഇനി ആദ്യത്തെ കണ്ടീഷൻ റിസൾട്ടന്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് 3 ഫോഴ്സസ് ഷുഡ് ബി സച്ച് ദാറ്റ് വെക്റ്റർ സം ഓഫ് എനി 2 ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി തേർഡ് ഫോഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ പഠിച്ചില്ലേ, അതുപോലെ വേറൊരു ലോ ആണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, എന്നാൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത് എന്താണ്? ഇഫ് 2 ഫോഴ്സസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് F1, F3 ആണ്. ഇഫ് 2 ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ സെയിം ഓർഡർ, അതായത് F3 ഇങ്ങനെ, അത് കഴിഞ്ഞാൽ അതേ ഓർഡറിൽ F1 എടുക്കണം എങ്കിൽ then the resultant of these 2 forces or the vector sum of these 2 forces should be represented by the closing side of the triangle taken in the opposite order. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ഉണ്ട്, F3യും F1ഉം. ഈ F3യുടെയും F1ൻ്റെയും വെക്ടർ സം എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ക്ലോസിംഗ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. അപ്പോൾ ഇതാ റിസൾട്ടന്റ് ഓഫ് F1 ആൻഡ് F3. എങ്കിൽ ഈ റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടന്റും ആ ഫോഴ്സും ആ തേർഡ് ഫോഴ്സും എന്താവും? ക്യാൻസൽ ഔട്ട് ആവും. അന്നേരം നമുക്ക് ഏത് കണ്ടീഷൻ കിട്ടും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അടുത്ത ഇക്വിലിബ്രിയം ലോ ആണ് ലാമീസ് തിയറം. ലാമീസ് തിയറം പറയുന്നത് എങ്ങനെയാണ്? ഇഫ് 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, then each force should be proportional to the sine of the angle between other 2 forces. അതായത് F1 should be proportional to sine of angle between other 2 forces. അതാ കാണുന്നത് F1 by sin alpha should be equal to F2 by sin beta should be equal to F3 by sin gamma. അടുത്ത പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്ന ഇതാണ്: ഇഫ് നമ്പർ ഓഫ് ഫോഴ്സസ് act simultaneously on a body, then each forces will produce the same effect when this force acts alone in the body. Suppose AB എന്ന് പറയുന്ന ബോഡിയിൽ F1ഉം F2ഉം രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് കാരണം ബോഡിയിലുള്ള എഫക്റ്റ് ആണ്, കമ്പൈൻഡ് എഫക്റ്റ് ആണ് RAയും RBയും. RAയും RB എന്ന് പറയുന്നത് റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഇനി F1 മാത്രം ആക്ട് ചെയ്താൽ
എയിലെയും ബിയിലെയും റിയാക്ഷൻ എന്ന് പറയുന്നത് RA1ഉം RB1. ഇനി F2 മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അന്നേരമുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് RA2ഉം RB2ഉം. എന്നാൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ RA വിൽ ബി ഈക്വൽ ടു RA1 പ്ലസ് RA2. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂമറിക്കൽസ് ആയിരിക്കും. അതായത് ഇന്ന് പഠിച്ച ലോസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.